എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ മധുര പച്ചടിയുടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മുന്തിരിങ്ങയാണ്. കറുത്ത മുന്തിരിങ്ങയാണ് നല്ലത്. അരിയില്ലാത്ത മുന്തിരിങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. പിന്നെ ഒരു ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ പകുതി നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മുന്തിരിങ്ങ കഴുകിയിട്ട് അടർത്തിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ പൈനാപ്പിളാണ് വേവിച്ചെടുക്കുന്നത്. പൈനാപ്പിളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വേവിക്കാനായിട്ട് നിങ്ങൾക്ക് കുക്കറിൽ വെച്ചിട്ട് 1-2 വിസിൽ വേവിച്ചെടുത്താലും മതി. ഞാനിവിടെ ചെറുതീയിൽ പാനിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞത് ചേർക്കാനായിട്ട്. അതവിടെ വേവുന്ന സമയം കൊണ്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏത്തപ്പഴം കൂടി ചേർത്തിട്ട് ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. നമ്മുടെ ഏത്തപ്പഴവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. അരപ്പൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പം 3 ടൈപ്പ് പച്ചടിയാണ് സാധാരണ നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയാൽ അരപ്പ് നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. പച്ചമണം അരപ്പിൻ്റെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം കിട്ടാനായിട്ട് നമ്മൾ 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചടിയിൽ നമ്മൾ കടുക് ചേർക്കും. ഇനി ഒന്ന് തീ ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സദ്യയിൽ പച്ചടികളെല്ലാം ഒരുമിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരുമിച്ചാണ് കടുക് വറക്കുന്നത്. അങ്ങനെ 3 പച്ചടി റെഡി ആയിട്ടുണ്ട്. മധുര പച്ചടിയുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫുൾ ഓണസദ്യ മെനു കഴിഞ്ഞ വർഷത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അത് ആലപ്പുഴ സ്റ്റൈലിലുള്ളതാണ്. പുതിയ ഓണസദ്യ മെനു ഉടനെ വരുന്നതാണ്. അത് ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയ ഒരു ഗംഭീര ഓണസദ്യ ആയിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്